ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമുക്ക് കാണിക്കാൻ വന്നത് ബ്രെഡ് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്നതിന് നമ്മുടെ ചാനൽ അത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നല്ല വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ബ്രെഡ് ഇനി നമുക്ക് സൈഡൊന്നും കട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്കത് പീസാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിലും ഒരു ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ബ്രെഡൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് കൈവച്ചിട്ട് ഇതാക്കി മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളകും അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ചെറിയൊരു തണ്ട് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലും അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 1 കപ്പ് കടലമാവാണ്, അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിനിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, ഒരുപാട് ഇടണ്ട, കാരണം അത് ഫ്രൈ ആയി എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് എടുക്കും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് ആദ്യം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കി, ഇനി കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതൊരു ചപ്പാത്തി രൂപത്തിൽ, ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കില്ല ആ ഒരു രൂപത്തിൽ വേണ്ട, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് ഒഴിച്ചെടുക്കില്ല ആ ഒരു രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവണ്ടേ. നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കും, മിക്സ് ആക്കുമ്പോൾ കയ്യിലിങ്ങനെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. വെള്ളം കൂടാതെ ലൂസ് ആവാതെ നോക്കണം. ഇപ്പോൾ നമ്മളിതാ കുഴച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മളൊരു ഉരുള പോലെ ബോൾ ഷേപ്പ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമ്മൾ ഉള്ളിവടക്കൊക്കെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കില്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ ഉരുളാക്കി ഇട്ട് കൊടുത്ത്, രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തപ്പോൾ നുള്ളിയിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ആദ്യം ഫ്ലെയിം ഹൈയിൽ, എണ്ണ ചൂടാൻ വേണ്ടി ഹൈയിലല്ലേ വെച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്ലെയിം. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് സെറ്റായി കിട്ടണ്ടേ. അപ്പോൾ ഹൈ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മാത്രം നല്ല ഫ്രൈ ആയി കിട്ടും, ഉള്ളിൽ സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഉള്ളൊക്കെ നല്ല സെറ്റായി നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഒരു സൈഡൊക്കെ ആയി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആയി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തതാണ് ഇതുപോലെ നുള്ളിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാനിത് ഫ്രൈ ആയത് ഒരുപാട് അങ്ങോട്ട് കാണിക്കുന്നില്ല. സെയിം ഇതുപോലെ തിരിച്ചും മറിച്ചും ആദ്യത്തെ പോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക, ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ 2 സൈസിലുള്ള ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ നല്ല കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ ഈസിയാണ്, നല്ല ക്രിസ്പി ആണ് കഴിക്കാൻ. ഇപ്പോൾ കെച്ചപ്പ് വേണമെന്നില്ല, വെറുതെ നമുക്ക് ചിപ്സൊക്കെ എടുത്ത് കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കട്ടെ, അത്രയും ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.